ഈ മുറിയിലാ ആദ്യം എന്നെ കിടത്തിയിരുന്നേ. ആദ്യത്തെ 2 ദിവസം. ഇത് നല്ല മുറിയാണല്ലോ. വഴക്ക് പറയോ? ആരോടും ചോദിക്കാതെ എന്തിനാ വീട്ടിൽ കയറിയെന്ന് ചോദിച്ച്. ഒരു വഴക്കും ആരും പറയില്ല. അതിനുള്ള മരുന്നൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ട്. ചേച്ചി അയച്ച ലെറ്റർ അച്ഛന് കിട്ടിക്കാണോ ചേച്ചി? ഉറപ്പല്ലേ? കിട്ടാതെ എവിടെ പോവാനാ? രജിസ്റ്റേർഡ് പോസ്റ്റിൽ അയച്ചതല്ലേ? കിട്ടുവല്ലേ? അച്ഛൻ വരാതിരിക്കുമെന്നാ എന്റെ പേടി. അച്ഛൻ വരും. അമ്മ വന്നില്ലെങ്കിലും അച്ഛൻ വരും. അച്ഛനെ വലിയ ഇഷ്ടാ. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടും ആരും വന്നില്ലല്ലോ ഇതുവരെ. അതാ എനിക്ക് സംശയം. അച്ഛൻ വരുന്നേ, ഉറപ്പായിട്ടും വരും. എന്താ, ഞങ്ങളെ ചെക്ക് ചെയ്യാൻ വന്നതാ? ഏയ്, ഒന്നുമില്ല. ഇവിടെ ആരും രഹസ്യമൊന്നും പറയുന്നില്ല. എല്ലാം പരസ്യമാ. ഈ മുറിയിൽ എന്തിനാ വന്നേ? ജാനകി ഇവിടെ കൊണ്ടുവന്നപ്പോ ആദ്യം ഈ മുറിയല്ലേ കൊടുത്തിരുന്നേ? എന്തെങ്കിലും പരാതി ഉണ്ടോ? ഇല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ ലിവിംഗ് റൂമിലോട്ട് വരാം. അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇപ്പൊ ആന്റി പൊയ്ക്കോ. ഞങ്ങൾക്ക് കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. ചേച്ചിക്ക് നല്ല ധൈര്യല്ലേ? എന്തായാലും എനിക്ക് ഇവിടുന്ന് പോവേണ്ടി വരും. അപ്പൊ ചേച്ചി എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കണ്ടുപിടിക്കും. അവരെന്തിയമ്മേ? അവിടെ ഉണ്ട്. വഴക്കു പറഞ്ഞ അവരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വയ്യ അമ്മയ്ക്ക്. ഇപ്പൊ വഴക്ക് പറഞ്ഞ ശരിയാവില്ല. അവരിന്ന് നമ്മുടെ വീട്ടിലെല്ലായിടത്തും കേറി ഇറങ്ങി നടക്കൂ. ദേ വരുന്നുണ്ട്. ഇത്രയും കൂടി നീങ്ങിയിരുന്നേ. എനിക്കിപ്പോ മനസ്സില്ല. എന്താ? ഇവക്ക് ഇത്തിരി മനസ്സുണ്ടാക്കി കൊടുക്കാവോ? ഇല്ലെങ്കിൽ ഞാൻ ഇവളെ തള്ളി താഴെ ഇടും. ആഹാ, എന്നാ ഒന്ന് കാണട്ടെ. ഞങ്ങളുടെ വീടാ ഇത്. ആന്റി, ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് ഇപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോണോ? പത്രക്കാരെയൊക്കെ വിളിച്ച് കൂട്ടണോ? എന്റെ മോളെ, നീ കുറച്ചിങ്ങോട്ട് നീങ്ങിയിരിക്കേ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും മോളെ, നീങ്ങിയിരിക്കെ. ഇങ്ങോട്ടിരി. ഇങ്ങോട്ടിരിക്കും മോളെ. ഞാൻ നിന്നോളാം. ഇരിക്കാൻ പറഞ്ഞാ ഇരിക്കണം. ആന്റി ഒന്നും പറയില്ല മോളെ. ഇരിക്കും. ഇതെന്തോന്നായി കണ്ടോണ്ടിരിക്കുന്നേ? റിമോട്ടിങ് താ. ഇവിടെ തോ. ആന്റി, ആന്റിയുടെ മോള് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കേട്ടോന്ന് തോന്നുന്നു. മോളെ വേണ്ട. ബിരിയാണി ഇതുവരെ വന്നില്ലേ? ഇപ്പൊ കൊണ്ടുവരും. വാങ്ങാൻ പോയിട്ടുണ്ട്.